അർവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വലിയ പർദ്ദയിൽ നിന്നും ഒരു കുട്ടിപ്പർദ്ദ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. ഇനി അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം കൈ റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി കൈയിൻ്റെ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മടക്കി തയ്ക്കണം. ഇനി 4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ. അതിന് പിന്ന് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കണം. ഈ അലാസ്റ്റിക്കിൻ്റെ ഈ കൈയിൻ്റെ 2 ഭാഗത്തും ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കൈ റെഡിയായി അലാസ്റ്റിക്. ഇതുപോലെ മറ്റേ കൈയും റെഡിയാക്കി എടുക്കുക. അപ്പോൾ 2 കൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പർദ്ദ സ്റ്റിച്ചിങ് തുടങ്ങാം. അത് നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പീസ് ഇത് നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കുക. ഇനി ഈ ക്യാൻവാസിനെ സെൻറ്റർ അടയാളപ്പെടുത്തുക. ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇനി ഈ പർദ്ദൻ്റെ മുൻ പീസിൻ്റെ നല്ല ഭാഗം മുകളിൽ ആയി വരുന്ന രൂപത്തിൽ വെക്കുക. ഈ പീസ് പോയിൻ്റ് ഇട്ട ഭാഗം ഈ പോയിൻ്റ് ഇട്ട ഭാഗവും തമ്മിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടെ മുതൽ വെറുതെ ഒരു അടി കൊടുക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ ആം ഹോളും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക ഇവിടെ. ഇനി ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയ ഇവിടുന്ന് തുടങ്ങുക സ്റ്റിച്ചിങ്. നിർത്തുക, തിരിക്കുക. ഇനി ഇതുപോലെ ഈ സെൻറ്റർ അടയാളപ്പെടുത്തിയ ഇങ്ങോട്ട് ഓപ്പൺ കൊടുക്കുക. അതിന് വേണ്ടി ഇവിടെ വെച്ചിട്ട് കുത്തി നിർത്തുക, ഇങ്ങനെ തിരിക്കുക. ഈ പോയിന്റിലെത്തുമ്പോൾ നിർത്തുക. അതുപോലെ ഇങ്ങനെ തിരിക്കുക. തിരിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോരാ. ഇനി ഇത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റണം. ഈ സ്റ്റിച്ചിന്മേ തട്ടാതെ ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഉള്ളിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക. സ്റ്റിച്ചിന്മേ തട്ടണം, നല്ലോണം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് അറ്റം വരെ ഇങ്ങനെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക. ഇനി ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ നോച്ചസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് മടക്കി തയ്ക്കുമ്പോൾ നല്ല ഇതുമ്മലും അതുപോലെ ചെയ്യുക. ഇനി ഈ പീസിനെ ഇങ്ങോട്ട് മറിക്കുക. വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ അടിച്ചു പോരും. ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക, തിരിക്കുക. എന്നിട്ട് ഈ ഓപ്പൺ ഭാഗം ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇവിടെ എത്തുമ്പോൾ തിരിക്കുക. ഇതുപോലെ. അപ്പോൾ നമ്മളെ കഴുത്ത് ഇവിടെ റെഡിയായി. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടാവുക.
ഇനി ഇവിടെ അങ്ങനെ ഒരു പീസ് വെച്ച് കൊടുക്കണം. കഴുത്തിന് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പിടിപ്പിച്ച് കൊടുക്കണം. അതിന് വേണ്ടി 2.5 ഇഞ്ച് വീതിയിലും ഒരു 5 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് ഉൾഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതും അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും ഉണ്ടോ. ഇനി നമ്മൾ ബാക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലും ഒരു 8 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗം അടിയിൽ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം ഇതുമേ ഇങ്ങനെ വെക്കുക. നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ പീസിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇനി അതുപോലെ ഈ ഷോൾഡർ ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഈ പീസിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഇതിങ്ങനെ മറിച്ച് കൊടുക്കുക. ഇങ്ങനെ മറിച്ചിട്ട് ഈ പീസ് ഇങ്ങോട്ട് മടക്കുക. ഇത് ബാക്ക് ഭാഗം നമുക്ക് ഈ പീസ് മടക്കിയിട്ട് ഇങ്ങനെ പതിച്ചടിക്കുക. ഉൾഭാഗത്തേക്ക് മടക്കുക. ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് പോവുക. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തിരിക്കുക. കഴുത്ത് റെഡിയായി, ബാക്കും മുന്നും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗവും മുൻഭാഗവും നമ്മൾ യോജിപ്പിച്ചു. ഇനി കൈ വെച്ച് പിടിപ്പിക്കണം. ഇനി കൈ യോജിപ്പിക്കണം. അതിന് വേണ്ടി ഷോൾഡറിൻ്റെ ഈ ഭാഗവും കൈയിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങി. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് ഈ സൈഡും ഇതുപോലെ ഇനി മറ്റേ കൈയും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ മറ്റേ സൈഡും യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം. അതിന് വേണ്ടി ഒരു 4 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. പർദ്ദയുടെ അടിഭാഗം മടക്കി തയ്ക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കയറി കാണാം. ഇനി ഒരു മടക്കും കൂടെ മടക്കുക. അതിങ്ങനെ മടക്കിയിട്ട് ആദ്യം നമ്മളിതിൻ്റെ അടിഭാഗത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇത് മടക്കിയ ആ മുകൾ ഭാഗത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെ തയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ്സടി കൊടുക്കണം. മടക്കി വെച്ചിട്ട് നല്ല ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പം നമ്മളെ കുട്ടിപ്പർദ്ദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.